എല്ലാവർക്കും നമസ്കാരം. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാമ വിഗ്രഹം, അതായത് രാമ ഭഗവാന്റെ സ്റ്റാച്യു ഉള്ള ദക്ഷിണ ഗോവയിലെ ശ്രീ സംസ്ഥാൻ ഗോകർണ ജീവോത്തം മഠത്തിലാണ് ഇന്ന് പോകുന്നത്. ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് 77 അടി ഉയരത്തിൽ പൂർണ്ണമായും വെങ്കലത്തിൽ നിർമ്മിച്ച സ്റ്റാച്യു ആണ്. അത് മാത്രമല്ല, നരേന്ദ്രമോദിജിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ലോകത്തിലെ തന്നെ വെങ്കല സ്റ്റാച്യുകൾ വളരെ കുറവാണ് ലോകത്തിൽ. അതിലൊന്നാണ് ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ ഇടയ്ക്കാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ഫിനിഷിങ്ങും ലൈറ്റിങ്ങും ഒക്കെ ചെയ്യാനുണ്ട്. വിഗ്രഹം പൂർണ്ണമായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചുറ്റുമുള്ള ലൈറ്റിങ് കാര്യങ്ങളും പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് ശ്രീ സംസ്ഥാൻ ഗോകർണ ജീവോത്വം മഠം എന്ന് പറയുന്നത് വളരെ പുരാതന മഠമാണ്. ഈ മഠത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ മഠത്തിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കൊത്തുപണികളും അത് മാത്രമല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് വളരെ മനോഹരമാണ് ഈ ഒരു മഠത്തിൻ്റെ അകത്ത് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു മഠത്തിൻ്റെ അകത്ത് ഒത്തിരി ഭഗവാന്മാരുടെ പ്രതിഷ്ഠകളുണ്ട്. അത് മാത്രമല്ല, ഇവിടുത്തെ ഈ ഒരു ഇത് കണ്ടോ, ഇത് ഇനി വരാൻ പോകുന്ന മോഡലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു മോഡലാണ്. അപ്പോൾ ഇവിടുത്തെ സ്വാമിജിമാരുടെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് മൂകാംബിക ദേവിയുടെ ചുമർ ചിത്രങ്ങളായിട്ട് ഒത്തിരി സാമ്യമുള്ളതാണ്. ഒരുപാട് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം വളരെ തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി വീഡിയോസൊന്നും അങ്ങനെ കവർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ അകത്ത് പ്രതിഷ്ഠകളുണ്ട്. ഇതിവിടുത്തെ കിണറാണ് കേട്ടോ, മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള പ്രതിഷ്ഠകൾ ഇതാണ് കേട്ടോ. ഇവിടെ ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല. മാത്രമല്ല, ഇവിടെ അവർ പൂജിക്കുന്ന സ്ഥലമാണ്, മഠാധിപതിമാർ പൂജിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ സൗമ്യമായിട്ടുള്ള, മനോഹരമായിട്ടുള്ള ഒരു മഠമാണ്. ഇവിടുത്തെ കൊത്തുപണികളും ചിത്രകലകളും വളരെ വ്യത്യസ്തമാണ്, മനോഹരമാണ്. ഈ ഒരു റൂമിൻ്റെ അകത്താണ് ഇവിടുത്തെ സ്വാമിജി ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്തും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയൊക്കെ പ്രതിഷ്ഠകളുണ്ട്, കൊത്തുപണികളും ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ സ്വാമിജി ഇരിക്കുന്നിടത്ത് ഒത്തിരി ഭക്തർ വന്നിട്ട് ഫലങ്ങൾ, അതായത് ഫ്രൂട്ട്സ് എല്ലാം സമർപ്പിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടു പിന്നെ തിരിച്ചു പോവുകയാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. ഈവനിങ് ആകുമ്പോൾ ഇനിയിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ഇത് അറേഞ്ച് ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം ഉദ്ഘാടനം ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് കൊത്തുപണികളും അത്